സംഗീത അക്കാദമിയുടെ ആ പഴയ ഹാളിന് എന്നും ഒരു പ്രത്യേക ഗന്ധമായിരുന്നു. ഓരോ സന്ധ്യയിലും അവളുടെ വിരലുകൾ വീണയുടെ തന്ത്രികളിൽ നൃത്തം ചെയ്യും. ആ നേർത്ത നാദം മുറിവിട്ട് അവനിലേക്ക് ഒഴുകിയെത്തി. ഒരു ദിവസം വീണയുടെ കമ്പികൾക്ക് ഒരു മുറുക്കം. അവൾ എത്ര ശ്രമിച്ചിട്ടും അത് നേരെയാകുന്നില്ല. ഞാൻ നോക്കട്ടെ. അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നു. അവൻ തൻ്റെ വിരൽ തന്ത്രിയിൽ വെച്ച് പിച്ചു തിരിക്കുമ്പോൾ അവൻ്റെ ചൂണ്ടുവിരൽ യാദൃച്ഛികമായി അവളുടെ ചൂണ്ടുവിരലിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ വിരൽത്തുമ്പുകൾ തമ്മിൽ ഒരു നൂലിഴയുടെ അകലം മാത്രം. ഒരു നിമിഷം ആ വിരലുകൾ തമ്മിൽ അടുത്തോ അകന്നോ പോകാതെ ഒരു തരം കാത്തിരിപ്പ് സൃഷ്ടിച്ചു. പിന്നീട് അവൻ തലയുയർത്തി. അവൻ്റെ കണ്ണുകളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം അവളുടെ കണ്ണുകളിലും തിളങ്ങി. അന്ന് രാത്രി അവളുടെ വിരലുകൾ തന്ത്രികളിൽ ഒഴുകി നടക്കുമ്പോൾ അവളുടെ മനസ്സ് അവൻ്റെ വിരൽത്തുമ്പിലായിരുന്നു. പക്ഷേ പിറ്റേന്ന് അവൻ വന്നില്ല. നഗരം വിട്ടുപോയി എന്നറിഞ്ഞു. ഒരു യാത്രയപ്പോൾ ഒരു വാക്കോ ഒരു കത്തോ ഇല്ലായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഓരോ തവണ അവൾ വീണ വായിക്കുമ്പോഴും അവൻ തൊടാതെ പോയ ആ തന്ത്രിയിൽ അവളുടെ ശ്രദ്ധ കൊടുക്കും. ആ ഒരു നിമിഷത്തെ അപൂർണത. ഒന്നും തൊടാതെ പോയി വിരൽ തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ.